ഹലോ ഹായ്, ഡാർക്ക് ഓഫ് ലവിലേക്ക് സ്വാഗതം. നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. സിബിൻ പുറത്തേക്ക്. ഏതായാലും ജാസ്മിൻ ഫാൻസുകൾക്കിരിക്കുക നല്ല സന്തോഷമായിട്ടുണ്ടാവും. അപ്പോൾ എനിക്കിത് പറയാൻ വന്ന വേറൊരു കാര്യമാണ്. സിബിൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് എൻ്റെ ഒരു ഇതിൽ പല വീഡിയോസും പലവരുടെയും വീഡിയോസും പിന്നെ പലതും കണ്ടിട്ടും എപ്പിസോഡുകൾ കണ്ടിട്ടും എല്ലാം എനിക്ക് കണ്ടിട്ട് തോന്നിയ എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ സിബിൻ ഓക്കെ, ലാലേട്ടൻ വന്നു വഴക്ക് പറഞ്ഞു, അത് മിഡിൽ ഫിംഗർ കാണിച്ചത് ഏറ്റവും വലിയ തെറ്റാണ്. ഞാൻ ശരി വെക്കുന്നില്ല. അതും ഒരു പെങ്കൊച്ചിനോട് കാണിച്ചത് തെറ്റ് തന്നെയാണ്. അതൊക്കെ പക്ഷേങ്കിൽ ലാലേട്ടൻ പറഞ്ഞു. നേരെ സിബിൻ റൂമിലോട്ട് പോയി. പവർ റൂമിലോട്ട് പോയപ്പോൾ ബോസണ്ണൻ ഒരു ഗെയിം കാണിച്ചത് സിബിൻ ഇപ്പം തന്നെ പെട്ടിയും കിടക്കെ എടുത്തിട്ട് പുറത്തോട്ട് പോകണമെന്ന്. അതായത് പവർ റൂം വിടണമെന്ന് പറഞ്ഞായിരുന്നു. അത് നമ്മൾ കേട്ടിട്ടുണ്ടല്ല, എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സിബിൻ അവിടെ നിന്ന് കരയൊക്കെ ചെയ്തു. അവിടുത്തെ അപ്പം നടന്ന ഒരു ഗെയിമിൽ പങ്കെടുപ്പിച്ചൊന്നുമില്ല. അതൊക്കെ ഓക്കെ. പക്ഷേങ്കിൽ അത് കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം നമ്മൾ കണ്ടായിരുന്നു, ഞായറാഴ്ചൻ്റെ അന്നത്തെ പരിപാടി കണ്ടായിരുന്നു. ഞായറാഴ്ച പരിപാടി കണ്ടിട്ട് അതിൻ്റെ അകത്തൊരു മെമോ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ശ്രീരേഖയ്ക്കും സെബിനും. അന്നേരം സെബിൻ്റെ മുഖമൊന്നും വലിയ ഇതായിട്ടൊന്നും കണ്ടില്ല. നല്ല ഹാപ്പിയാണോ എന്ന് വെച്ചാൽ അല്ല ആണ്, അങ്ങനെയുള്ളൊരു മുഖമായിരുന്നു. എന്നാലും ഒക്കെ ആയിരുന്നു. നമ്മൾ കണ്ടതാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാത്തിനും സെബി സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷമാണ് ഇന്നലെ രാത്രി, അതായത് ഇന്നത്തെ എപ്പിസോഡിലാണ് നമ്മളിത് കണ്ടത്. സിബിൻ ഒന്നും തന്നെ അവിടെ കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല എന്നുള്ളത് കണ്ടതും എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ ഓൾറെഡി നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കഴിഞ്ഞു പോയ പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. അതൊക്കെ നമുക്ക് തിരിച്ചു വരുന്നു, അതിനോട് കണക്ട് ചെയ്ത് തിരിച്ചു വരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അകത്തുനിന്നും റിക്കവർ ആകാൻ പറ്റുന്നില്ല. ഇതാണ്. പിന്നെ പുള്ളിക്കാരനെ ഒരു മനസ്സിൽ തോന്നിയിട്ടുണ്ടാകും. കാര്യം നമ്മൾ എല്ലാം പുറത്തുനിന്ന് കണ്ടുവന്നൊരു വ്യക്തിയാണ്. ഈ കളി പുറത്തുനിന്ന് ഇത്ര ദിവസം 10-30 ദിവസം കളി കണ്ടുവന്ന വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ ആൾക്കാരെ ഓരോരുത്തരെ എങ്ങനെയൊക്കെ നെഗറ്റീവ് ആക്കണമെന്ന് മനസ്സിലാക്കണം. അപ്പോൾ പുള്ളിക്ക് വിചാരിച്ചിട്ടുണ്ടാകും, ഞാനും ഇതിങ്ങനെ കാണിച്ചത് കൊണ്ട് നെഗറ്റീവ് ആയിരിക്കുമോ എൻ്റെ പ്രേക്ഷകർ. അതാണ് ചിന്തിക്കുന്നത്. അവിടുത്തെ ജീവിതമല്ല, അവിടുത്തെ പൈസയല്ല, ബിഗ് ബോസിൽ നിന്ന് ഇത്ര പൈസ കിട്ടും എന്നുള്ളതല്ല ചിന്തിച്ചത്. എൻ്റെ നാളത്തെ ജീവിതം എങ്ങനെയായിരിക്കും, ആൾക്കാർ ഇത്ര നെഗറ്റീവ് അടിച്ചാൽ എൻ്റെ കരിയറിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇല്ലേ എന്നൊക്കെയാണ് പുള്ളിക്കാരൻ ചിന്തിച്ചേക്കണത്. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെയാണ് ചിന്തിച്ചേക്കണമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടിട്ടാണ് ഇത്ര ഇതായിട്ട് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ അണ്ണനോട് പറയുന്നുണ്ട്, ഇത് ഈ കൺഫെഷൻ റൂമിൽ നിന്നപ്പം പറയുന്നുണ്ട് അണ്ണൻ ഇതും ഒരു കണ്ടൻ്റാക്കി കൊടുക്കുമെന്ന്. അതും ശരിയാണ്. അതുപോലെ തന്നെ മൈക്കിടാതെ നിന്നു. ഇപ്പം ഇതിനൊക്കെ കാരണം എനിക്ക് തോന്നിയത്, തലേ ദിവസം രാത്രി കിടന്ന സ്ഥലം നമ്മുടെ ഐസ്ക്രീം ഏരിയയില്ലേ, നമ്മുടെ അർജുന ശ്രീതും ഇരിക്കുന്ന ആ ഏരിയ, അത് ഐസ്ക്രീം പാർലറിൻ്റെ ഏരിയയിലെ അവിടുത്തെ ഇതിൻ്റെ അകത്താണ് കിടന്നത്. സോഫയിലാണ് നമ്മുടെ സിബിൻ കിടന്നത്. പിന്നെ ജിൻഡോ അതിൻ്റെ അപ്പുറം തന്നെ മാറിക്കിടപ്പുണ്ട്. ജിൻഡോയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അപ്പോൾ സിബിൻ അവിടെ കിടന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ടില്ല, ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ടായിരുന്നു, അത് ആരാണ്, സമ്മർ വീഡിയോ ആണെന്ന് പറഞ്ഞേക്കണത്. ബ്രഷ് ഏതൊരു കോർണറിൽ ഒരു കൊറിഡോറിൻ്റെ അടുത്ത് ആണ് ഒരു ബാഗ് വെച്ചിട്ട് ബാഗിൻ്റെ അകത്തുനിന്നാണ് ബ്രഷും പേസ്റ്റും എടുത്ത് പല്ല് തേക്കുന്നുണ്ടായിരുന്നു സിബിന്. അതായത് സിബിന് കിടക്കാൻ സ്ഥലമോ സാധനം വെക്കാൻ സ്ഥലമോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഒന്നും കൊടുക്കാതെ ബിഗ് ബോസ് തീർച്ചും അവഗണിക്കുകയാണ് ചെയ്തത്. ഒരു മനുഷ്യനെ അവഗണിച്ചാൽ ഉണ്ടാവുന്നത് ഏറ്റവും വലിയ വേദനയാണ്. അതങ്ങനെയാണ് എനിക്കൊക്കെ തോന്നിയിരിക്കുന്നത്. ഞാനൊക്കെ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. ഒരാളുടെ കറുത്തമോറും വെളുത്തോറും തിന്നാൻ നോക്കത്തില്ല. അവിടെ അങ്ങനെ കാണിക്കണേ ആ വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലും കുടിക്കത്തില്ല. എൻ്റെയൊക്കെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ അവഗണന എന്നുള്ളത് ഏറ്റവും മനുഷ്യനായിട്ടുള്ള പച്ച മനുഷ്യനായ മനുഷ്യനെ ഏതായാലും അവഗണന അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ബോസണം പറയുന്നൊന്നും കേൾക്കാതെ മൈക്കിടാതെ ഒരു മൂലയ്ക്ക് മാറിയിരുന്നാണ്. ഒരാളോടും സംസാരിക്കാൻ നിന്നില്ല. കാര്യം മൈക്കിട്ടല്ലേ സംസാരിക്കേണ്ട കാര്യം വരുന്നതാണ്. മൈക്കിട്ടില്ല, ഒരു ഭാഗത്തിൻ്റെ ഫുഡും കഴിച്ചില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞ ശേഷം പുള്ളി തിരിച്ച് വന്ന ശേഷം പിന്നെന്താണ് നടന്നതെന്നുള്ള കാര്യം അറിയില്ല. ഏതായാലും അതൊക്കെ ചെയ്തത് ഒരു മനുഷ്യനോട്
ഒരു മനുഷ്യനോട് കുത്തിയാൽ പോലും നമുക്ക് സഹിക്കാം, അല്ലെങ്കിൽ നമ്മളെ മുഖത്ത് നോക്കി ചീത്ത പറഞ്ഞാൽ പോലും നമുക്ക് സഹിക്കാം. പക്ഷെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ അത് സഹിക്കുന്നതിൽ അപ്പുറമാണ്. അങ്ങനെ ചിലർക്കുണ്ട്. അത് ചില മനുഷ്യന്മാരങ്ങനെയാണ്. അവഗണിച്ച അത് എന്താ പറയുക, ഏറ്റവും വലിയ വേദന അതായിരിക്കും. ചിലപ്പോൾ അതായിരിക്കാം ഈ പറഞ്ഞ പോലെ അതായിരിക്കാം ഒരു പക്ഷേ. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഡോക്ടറെ കണ്ടു, ആൾ ഓക്കെ ആയി, എല്ലാം കഴിഞ്ഞു, തിരിച്ചു വന്നു. പിന്നെ രാത്രി ആയാലും ഇത് കാണിക്കുന്നുണ്ടായിരുന്നു ഗബ്രിയും ജിൻഡോയും ഇതും കൂടി നാളെ പൊളിച്ചടക്കണം, നമ്മൾ തമ്മിൽ ഒരാളാണ് ക്യാപ്റ്റൻ, ഞാനാണ് ലീഡർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പൊളിച്ചടക്കണത് ഒരു പക്ഷേ രാത്രി കിടന്നപ്പോൾ പിന്നെയും റിവൈൻഡ് ചെയ്ത് ചിന്തിച്ച ശേഷം നേരമ്പൾ എഴുന്നേറ്റപ്പോൾ ആളാ മനസ്സ് വിട്ടുപോയിട്ടുണ്ടാകും. അപ്പം പ്ലീസ് ഹെൽപ്പ് പറഞ്ഞിട്ടാണ് അങ്ങനെ എന്തോട്ടൊക്കെ സംതിങ് ആണ് കേട്ടത്. ഒരു പക്ഷേ മെഡിക്കലിലോട്ട് പോകണമെന്നായിരിക്കും പറഞ്ഞേക്കണത്. ഒന്നില്ലെങ്കിൽ മെഡിക്കലിൽ കൊണ്ടുപോകണമായിരിക്കും, അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്ത് പുറത്ത് പോകണമായിരിക്കും. അപ്പോൾ എന്തായാലും പുള്ളി അതുപോലെ തന്നെ ഒരു നെഞ്ചുവേദന എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ട്. രാവിലെ നെഞ്ചുവേദന എടുക്കണം, എനിക്ക് ഈ വിഷമമൊന്നും താങ്ങാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ആകാം, ഒരു നെഞ്ചുവേദനയൊക്കെ വന്നിട്ട് ചിലപ്പോൾ മെഡിക്കലിലോട്ട് കൊണ്ടുപോകുമെന്നതായിരിക്കാം, അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യണമായിരിക്കാം. ഏതെങ്കിലും ഒന്നാണ്. എന്തായാലും നല്ലൊരു ഗെയിമറായിരുന്നു, എനിക്കിഷ്ടമുള്ള ഗെയിമറായിരുന്നു. അതുപോലെ തന്നെ റോക്കിയും നല്ല ഗെയിമറായിരുന്നു, സിജോയും നല്ല ഗെയിമറായിരുന്നു. അപ്പോൾ ഇവർ 3 പേരും ഒരുപോലെ പുറത്തോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തെന്നുള്ളത് നമുക്ക് ഇനി പണ്ടത്തെ പോലെ തന്നെ വാഴത്തോട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടിരിക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല ഇനി എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല. എപ്പോൾ ഏതായാലും എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാകും, അതായത് ഫാൻസ് ആയിരിക്കും. കാര്യം സിബിനൊന്ന് പോയി തരുമോ എന്ന് ചോദിക്കുന്ന ചില ഇതുണ്ടായിട്ടുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് വല്ലാത്തൊരു വിഷമമുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമമുണ്ട്. നല്ലൊരു ഞാൻ വന്നപ്പോൾ തന്നെ വയൽക്കാട് എത്തിയപ്പോൾ തന്നെ സിബിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി വരും പോലെ തിരിച്ചറിയാൻ പറ്റും. ഏതായാലും അത്രേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വല്ല തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ശരിയെന്ന് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.